ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഒരു കിഡിലം പ്രൊമോട്ടോ. അങ്ങനെ ആ സത്യം ഭൂമി അറിയണേ. ഭൂമി അമ്മയെ കാണാനായി ജയിലിൽ വന്നിരിക്കാട്ടോ. അംബിക സത്യങ്ങളെല്ലാം ഭൂമിയോട് പറയാനായിട്ട് ഒരുങ്ങിയാ വന്നിരിക്കുന്നത്. ഭൂമിയെ ഞെട്ടിച്ചോണ്ട് അംബിക അത് പറയുന്നത്, നീ എൻ്റെ അച്ചേട്ടൻ്റെയും മകളല്ല, എനിക്ക് പിറന്ന മോളല്ല നീയെന്ന്. ഇത് കേൾക്കുന്ന ഭൂമി അങ്ങ് ഷോക്കാവും. അമ്മേ, അതെ, നീ എത്രയും പെട്ടെന്ന് നിന്റെ അമ്മേനെയും അച്ഛനെയും കണ്ടെത്താൻ നോക്ക്. ഭൂമിക്ക് ഇത് കേട്ടപ്പോ ഭൂമി ആകെ നിശ്ചലായ പോലെ തോന്നണേ. ഈ ലോകം തന്നെ ഇല്ലാതായതുപോലെ. ഭൂമിക്ക് എന്ത് പറയണം എന്നറിയണില്ല. അത്രയും പറഞ്ഞു കരഞ്ഞുകൊണ്ട് അംബിക അവിടുന്ന് പോകുമ്പോ അമ്മേ അമ്മേ എന്നിങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ട് ഭൂമിക്ക് അറിയാട്ടോ. അംബിക തിരിഞ്ഞു നോക്കാതെ അത്രയും വിഷമത്തോടു കൂടിയാട്ടോ പറഞ്ഞത്. ആ സത്യം ഇനി ഭൂമി അറിയാതിരിക്കരുതെന്ന് അംബികയ്ക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അംബികയും എപ്പോൾ വേണമെങ്കിലും മരിക്കുക എന്നുള്ളൊരു നിലയിലാണ്. അച്ചുവേട്ടനെ കൊന്ന ആള് അവരെയും കൊല്ലുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഭൂമി ആകെ സങ്കടത്തോടു കൂടെ മരവിച്ച മനസ്സോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. സമയം പോകുന്നതോ ഒന്നും ഭൂമി അറിയുന്നില്ല. ആൽഫ്രഡിനെ വിളിക്കും. എന്നിട്ട് പറയും, എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിച്ചേ മതിയോ. സാറ് പറഞ്ഞ ഡീലിന് എനിക്ക് സമ്മതമാണ്. ഇത് കേൾക്കും ആൽഫ്രഡിന് ആദ്യം ഭൂമിക്ക് എന്താ പറ്റിയെന്ന് ചിന്തിക്കും. പിന്നെ സന്തോഷമാവും കേട്ടോ. പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് അജയും ഭൂമിയും ആൽഫ്രഡും കൂടെ ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്, ഒരു കഫേയിൽ. എന്നിട്ട് ഇവർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ആ അഗ്രിമെന്റിൽ ഭൂമി സൈൻ ചെയ്യാട്ടോ. എനിക്ക് സമ്മത സാറിന്റെ ഭാര്യയായി ആക്ട് ചെയ്യാൻ, ഞാൻ റെഡിയാണ് എന്ന് കരഞ്ഞുകൊണ്ടാട്ടോ പറയുന്നത്. എന്നിട്ട് രണ്ടുപേരും കൈ കൊടുക്കും. അജയ്ക്ക് സന്തോഷമാവും, ആൽഫ്രഡിനും. അങ്ങനെ പുതിയൊരു അധ്യായം അവിടെ തുടക്കം കുറിച്ചു. ശേഷം പിന്നീട് വീട്ടിൽ ചെന്നിട്ട് ഭൂമി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. അഞ്ജനയുടെ കഴുത്തില് ഞാൻ താലി കെട്ടില്ല. അഞ്ജന ഷോക്കാവും. അഞ്ജന മാത്രല്ല, അവിടെയുള്ള ഓരോരുത്തരും. മുത്തശ്ശി ഞെട്ടുന്നുണ്ട്. ഭവാനി ആകെ ഷോക്കായി പോവും. സംഗീത ഇപ്പോ ആകെ പെട്ട അവസ്ഥയിലാട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്ന മാധവൻ അജയുടെ കഴുത്തിന് പിടിക്കും. എന്താടാ നീ പറഞ്ഞത് എന്ന് വെച്ച് അപ്പോഴേക്ക് സംഗീതം ഒന്ന് അതൊക്കെ മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ. എങ്ങനെയാ അജയ് പറയും, മുത്തശ്ശിനെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ തീരുമാനം മാറ്റണം എന്ന് പറഞ്ഞ് അഞ്ജന വിരലിലണിയിച്ച ആ വെഡിങ് റിംഗ് ഉണ്ടല്ലോ, അത് ഊരി അവിടെ ടീ ടേബിളിൽ വെച്ച് അജയ് അവിടെ നിന്ന് പോകും. ഭവാനി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്കൊക്കെ സങ്കടാവും. അഞ്ജന പൊട്ടിക്കരയും. അങ്ങനെ എല്ലാവരും ആകെ വിഷമത്തിലാട്ടോ. പിറ്റേ ദിവസം കാണിക്കുന്നത് മുത്തശ്ശി ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുക. എന്ത് സംഭവിച്ചിട്ടും ആര് പറഞ്ഞിട്ടും മുത്തശ്ശി നിൽക്കുന്നില്ല, കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. അപ്പൊ അജയ് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ മുത്തശ്ശി താൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞ അജയെ കൊണ്ട് വീണ്ടും ആ കല്യാണത്തിന് സമ്മതിപ്പിക്കാട്ടോ. എങ്കിലും അജയുടെ കയ്യിൽ വേറൊരു പ്ലാനും കൂടെ ഉണ്ടല്ലോ, ഭൂമിയുമായിട്ടുള്ള അഗ്രിമെന്റ്. അത് നടത്താതെ മുടക്കാനായിരുന്നു അജയുടെ പ്ലാന്. പക്ഷെ അത് നടന്നില്ല. എങ്കിലും ഇപ്പൊ മുത്തശ്ശി വിഷമിപ്പിക്കാതിരിക്കാന്, മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി വീണ്ടും സമ്മതിക്കും കേട്ടോ. അഞ്ജനയ്ക്കും ഭവാനിക്കും സന്തോഷവും. അവര് പിന്നെ വീട്ടിനകത്തിരുന്ന് മറ്റാരും അറിയാതെ മദ്യപിച്ച് ആഘോഷിക്കാട്ടോ. അങ്ങനെയുള്ള ഒരുപാട് കഥാസന്ദർഭങ്ങളിലൂടെയാണ് നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്നത്. ഇനി അജയും ഭൂമിയും തമ്മിലുള്ള വിവാഹവും അതിനുശേഷം ഉണ്ടാവുന്ന അടിപൊളി ഒരു ടോം ആൻഡ് ജെറി പോലത്തെ സ്റ്റോറി ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്